ട്രെയിൻ നിർത്തുന്നതിന് മുമ്പ് തന്നെ പലരും വാതിൽപ്പടിയിൽ അക്ഷമരായി ആ നഗരത്തിൻ്റെ ഗാംഭീര്യതയിലേക്ക് ഇറങ്ങുവാൻ കാത്തു നിൽക്കുന്നു. കടലിനാൽ ചുറ്റപ്പെട്ട ആ നഗരത്തിൻ്റെ ഹൃദയത്തിലായി പ്രൗഢമായ പള്ളികളും ക്ഷേത്രങ്ങളും ഭണ്ഡാരപ്പുരകളുമെല്ലാം തല ഉയർത്തി നിൽക്കുന്നു. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഒരു മഹാനഗരം. തെരുവുകളിൽ കൈവണ്ടികളും മോട്ടോർ വണ്ടികളും സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിൻ്റെ ദക്ഷിണ ഭാഗത്തുള്ള ചന്തയിൽ കനൽ ചൂളയിൽ ചുട്ടെടുത്ത മീൻ വിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ട്രെയിനിൽ നിന്നിറങ്ങിയ പലരും ധൃതിയിൽ അവിടേക്ക് പോകുന്നു. പ്രാതൽ കഴിച്ചതിന് ശേഷം ഫെറി പിടിക്കുവാനുള്ള തിരക്കിലായിരിക്കണം അവർ. അങ്ങകലെ കടലിനു മുകളിൽ ഇരയെ തേടി വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾക്കൊപ്പം ഫിഷിംഗ് ബോട്ടുകൾ തിരമാലകളെ മുറിച്ച് മുന്നോട്ട് കുതിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് 1964-ലാണ്. ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ ഇത്രയധികം തിരക്കുള്ള ആ നഗരം ഏതായിരിക്കും? അതെ, അത് തന്നെ ധനുഷ്കോടി. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരം ദ്വീപിൻ്റെ തെക്കുകിഴക്കനറ്റത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരം. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ചേർന്ന് തഴുകി തലോടുന്ന ഒരു സുന്ദര ഭൂപ്രദേശം ധനുഷ്കോടി. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായ പുരാതന നഗരം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായ കഥ.